ദേഷ്യം നമ്മൾ ഒരു അപ്പൻ അറിയാലോ ഇത്ര ഭാര്യയോടാണോ എനിക്കിപ്പോൾ അനിയനോടാണോ ഏറ്റവും കൂടുതൽ ദേഷ്യം? എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു. ഭാര്യയുടെ അമ്മയോടും ചേച്ചിയോടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എൻ്റെ അനിയനോട് തന്നെയാണ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്നോട് പറയായിരുന്നു. അതിനൊത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ചേട്ടൻ എന്നുള്ളത്. ചേട്ടനോട് എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. ഒരിക്കലും അവനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പം സ്വന്തം സഹോദരനുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയി, അതും സ്വന്തം മകളോടാണ് ഇത് കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ആ ഒരു സംസാരത്തിൽ സഹോദരനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു വ്യക്തി പറയുന്നൊരു കാര്യം എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും ആ ഒരു സഹോദരൻ ചെയ്തതിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഒന്നും തന്നെ ഈ ഒരു വ്യക്തിയുടെ മുഖത്ത് കാണാൻ പറ്റുന്നില്ല. ഇത് കുറേയധികം പേരിൽ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെയൊക്കെയാണ് ഒരു അച്ഛൻ പെരുമാറുക എന്നുള്ളൊരു കാര്യം. കാരണം ആ ഒരു സ്വന്തം കുട്ടിയെടുത്താണ് ആ ഒരു സ്വന്തം സഹോദരൻ ഇങ്ങനെ പെരുമാറിയത്. ആ ഒരു സമയത്ത് തന്നെ വീഡിയോ ഒക്കെ വന്ന് ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ സഹോദരനെ പറ്റി പറയുന്ന കാര്യങ്ങളിലൊന്നും ഭയങ്കരമായിട്ട് ക്യാഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുക. ഇങ്ങനെയാണോ ഒരു വ്യക്തി പറയുക അല്ലെങ്കിൽ ഒരു അച്ഛൻ പറയുക എന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവർക്കും ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയിൽ ഭയങ്കരമായിട്ടുള്ള ഡൗട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഏതൊക്കെ രീതിയിൽ ഈ ഒരു ഭാര്യയെ മാനസികമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു കുടുംബക്കാരിൽ ഭയങ്കരമായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയിൽ മെയിനായിട്ട് ഡൗട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയോ പന്തികേടുണ്ട് എന്നുള്ളതിൽ ഉറപ്പായിട്ടും എന്തോ ഈ ഒരു വ്യക്തിക്ക് പങ്കുണ്ട്. സഹോദരൻ ഇതേ കണക്ക് സ്വന്തം കുട്ടിയോട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും ഇതേ കണക്കാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയാണ് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ എന്തൊക്കെയോ ഡൗട്ടുണ്ട്, അത് ഉറപ്പാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടോ ഒന്നും തന്നെ ഇല്ല. സോ എന്തായാലും ഈ ഒരു വ്യക്തിയും കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ. സഹോദരൻ്റെ കൂടെ ഈ ഒരു വ്യക്തിയും ചോദ്യം ചെയ്യണം. എന്തൊക്കെയോ ഈ ഒരു വ്യക്തി ഒളിപ്പിച്ച് വെക്കുന്നു, ഈ വ്യക്തിക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറക്കാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, ബൈ.